ಮಂಗಳೂರಿನಿಂದ ತಿರುವನಂತಪುರಂ ಹೋಗುವ GITC ಅವರ ಸೂಪರ್ ಡೀಲಕ್ಸ್ ಬಸ್ ಈಗ ಹೊರಡುವುದಕ್ಕೂ ಸಿದ್ಧವಾಗಿದೆ. ರಿಸರ್ವೇಷನ್ ಮಾಡಿಕೊಂಡ ಯಾತ್ರಿಕರು ಬಸ್ನಲ್ಲಿ ಇಳಿಯಬೇಕು. ಟಿಕೆಟ್ ಬೇಕಾದ ಯಾತ್ರಿಗಳು 4 ನಂಬರ್ ಕೌಂಟರ್ನಿಂದ ಟಿಕೆಟ್ मंगलूर से तिरुवनंतपुरम जाने वाली GITC सुपर डीलक्स बस अब रवाना होने के लिए तैयार है. जिन लोगों ने अपने यात्रा आरक्षित sorry madam. I'm really sorry. കൈ കയറി പിടിച്ചു. ഓ അത്രേ ഉള്ളൂ? അത്രയും പോരെ? ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യും. ഇവനൊക്കെ എന്താ പെമ്പിളരെ കണ്ടിട്ടില്ലേ? ഇവിടെ പോലീസ് സ്റ്റേഷൻ. എന്താ ഇത് പ്രശ്നമാക്കണോ? എനിക്ക് പ്രശ്നം തന്നെ. നമ്മളെ പോലെയുള്ള പെമ്പിളരെ വേണം ഇവനൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ. നിന്നെ ഇപ്പൊ പാഠം പഠിപ്പിക്കാൻ നിന്നാലേ നിന്റെ ബസ് അങ്ങ് പോകും. അപ്പൊ ഇനി അടുത്ത വിസിറ്റിംഗ് എന്നാ? ഇനി കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള പ്രോഗ്രാമോ എക്സിബിഷനോ ഉള്ളപ്പോ വരാം. ഷുവറായിട്ട് വരണം. 100%. അതെ, നിങ്ങൾ എല്ലാരും ബസ്സിൽ പോകാനുള്ളവരാ? എല്ലാരും ഇല്ല, ഞാൻ മാത്രം. ആ എന്നാ കയറിയാട്ടെ, ബസ് പോവാൻ പോകും. എന്താ എന്താന്നാ എന്താ പിടി ട്രാൻഡൻ ടിക്കറ്റ്. എന്ത് സാറേ, 1/2 മണിക്കൂറിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? ആ കുറ്റം നിങ്ങളെ തന്നെയാ. ഹൈദരാബാദിൽ നിന്നുള്ള ബസ് ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ട് നിർത്തിയത് മജസ്റ്റിക്കില്. നിങ്ങളുടെ കമ്പനിയുടെ ബസ് തന്നെയല്ലേ അതും? അതെ. ആ ഇവിടെ കൊണ്ടുവിടാൻ ആ ഡ്രൈവറോട് പറഞ്ഞപ്പോ അയാൾ പറയാ സൗകര്യമില്ലാന്ന്. രണ്ട് കൊടുക്കാൻ പോയാ ഞാൻ. സാർ കയറിയാട്ടെ. കയറാലോ? പിന്നെ അതും ഇതും പറഞ്ഞു. താനെന്താ കാണിക്കണേ? താൻ ചൂടാന്ന് തലയൊന്നും എടുത്തില്ലല്ലോ. സോറി. നല്ല സീറ്റ്. എന്റെ സീറ്റ്. അതെ, ടിക്കറ്റ് ഒക്കെ വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് കാണിച്ചിട്ടുണ്ട്. എവിടെ ഇരിക്കണമെന്ന് എനിക്കറിയാം. കണ്ടക്ടർ കണ്ടക്ടർ ഒന്നിങ്ങോട്ട് വരൂ. ഓടുന്ന ബസ്സിന്റെ സീറ്റ് താൻ എങ്ങനെ ഇറക്കി മാറ്റുള്ളൂ? ടിക്കറ്റ് തന്നെയല്ല അവിടെ വെച്ച് കാണിച്ചത്? അല്ല, ആ സീറ്റിന്റെ നമ്പർ നോക്കാനാ. നമ്പർ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ, മാഡത്തിനും കുഴപ്പമില്ലല്ലോ. ഓരോ പുലിവാലുകളും കേറിക്കോളും. ടിക്കറ്റ് വെച്ചാലും കാണൂല്ലോ ചെറുപ്പ്. കണ്ടുകൂടെ മാറ്റുവണ്ണേ. എന്തോ അറിയാതെ കണ്ടൂടെ എനിക്ക്? അതെ, വക്മാനാണല്ലേ? പിന്നെ ഞാൻ ഈ കൈ എവിടെ കൊണ്ടുവയ്ക്കും? ഈ കൈ എവിടെയെങ്കിലും കൊണ്ടുവച്ചോ. ഇത് എന്റെ കൈയിലേക്കുള്ള സ്ഥലം. അപ്പൊ തന്റെ അടുത്തിരിക്കുന്നവർക്ക് ഒറ്റ കൈയേ പാടുള്ളൂ. ഇനി ഇവിടെ ഇരിക്കുന്ന പ്രശ്നമില്ല. അതാ നല്ലത്. എക്സ്ക്യൂസ് മീ, ഈ സീറ്റിൽ വന്നിരിക്കോ? അല്ല, എന്റെ വൈഫ്. എക്സ്ക്യൂസ് മീ. ഇനി ഓടിക്കണോ? ചേട്ടാ അതെ, മോൾ അവിടെ ഇരിക്കുക. താങ്ക് യു. രണ്ടാളും വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിയതാണല്ലേ? അല്ലല്ല, ഞങ്ങള് രണ്ടാളും 2 വീട്ടിലെ. അത് ശരി. ഏത് ശരി? അല്ല, നിങ്ങള് ഞങ്ങള് കാവുകമാരാണല്ലേ?
അമ്മാവനെ എങ്ങനെ മനസ്സിലായി? അതെനിക്ക് മനസ്സിലായി. ഞാനും ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നു. കൊച്ചു കള്ളൻ. അമ്മാവൻ പറഞ്ഞ കേട്ടോ? കേട്ടു. താൻ ഇനി കൂടുതൽ വിസ്തരിക്കണ്ട. വിവരെന്ന് പറയുന്ന ഒട്ടുമില്ല. അത് കണ്ടപ്പോഴേ തോന്നി. ഏ? അല്ല അമ്മാവനെ. അതെ, നിങ്ങൾ ഈ വാചോടി ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ. ചേട്ടൻ അവിടെ ഇരിക്കാം. ഞാനൊന്നുമല്ലോ. ശരി. ഹലോ ഹലോ, സ്ഥലമെത്തി. ആ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. ഹലോ, എങ്ങോട്ടാ പോണേ? എവിടേക്കാ പോണ്ടേന്ന്? അല്ല, ഒരേ റൂട്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകായിരുന്നു. അതെ, എന്റെ റൂട്ട് എനിക്കറിയാം. സാറ് തൽക്കാലം പോയാട്ടെ. വേണ്ടെങ്കിൽ വേണ്ട. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ല. ചേട്ടാ, ഓട്ടോ പോ. ഓട്ടോ പോകാനല്ലേ ഇട്ടിരിക്കുന്നു സാറേ. എന്നാ വാ. എവിടെ പോണ്ടേ? ഒരു മിനിറ്റ്. അഡ്രസ് എവിടെ വെച്ചത്? കാണാനില്ല. ഹലോ, ഒരു ഓട്ടം പോണായിരുന്നല്ലോ. ഒന്ന് YWC വരെ പോണം. ഈ സാറിന് പോകാൻ വേണ്ടി നിർത്തിരിക്കാൻ. അയ്യോ, ഞാൻ ഇത്ര യാത്ര ചെയ്ത് ആകെ ടയർഡായി വന്നിരിക്കാം. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ് ചേട്ടാ. എന്നാ കേറിയാട്ടെ. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഒന്ന് വരേ. അയ്യോ, അപ്പൊ ഞാനോ? സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. വേറെ ഒരുപാട് ഓട്ടോ ഉണ്ട്. വേണമെങ്കിൽ ഇതിന് തിരിച്ചയക്കാം. അപ്പോഴേക്ക് അഡ്രസ് കണ്ടുപിടിച്ച് വെച്ചാൽ. ഓക്കെ, രണ്ടാളും സൂക്ഷിച്ചു പോണേ. അതെ, അതിപ്പോ അങ്ങനെ നേരെയാവോ? അതോ ഞാൻ ഓട്ടോ പിടിച്ച് പോണോ? ഇതൊന്ന് നേരെ ആക്കാനുള്ള കഠിന ശ്രമങ്ങളല്ലേ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്കമണി. നിന്റെ തിരുമോന്ത കണി കണ്ടല്ലേ ഉണരുന്നത്. എങ്ങനെ ശരിയാവാനാ? ഈ തല്ലിപ്പൊളി യന്ത്രം വല്ല കടലും കൊണ്ട് കെട്ടിത്താഴ്ത്തേണ്ട കാലം കഴിഞ്ഞു. സമ്മതിക്കില്ലല്ലോ. അച്ഛൻ വാങ്ങി തന്ന കാറ്, അച്ഛൻ വാങ്ങി തന്ന കാറ് എന്നല്ലേ. അവളുടെ ഒരു പെരട്ട അച്ഛനും അങ്ങേരുടെ ഒരു കൊടംകൊല്ലി കാറും. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല, നിന്റെ അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാ. ഈ കാറൊക്കെ ഉഗ്രം കണ്ടീഷനാ, പക്ഷെ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിള്. ഒന്നുമില്ലെങ്കിലും ഞാനൊരു അഡ്വർടൈസിംഗ് കമ്പനി മാനേജറല്ലേ. ഡയറക്റ്റ് ആയിട്ട് 10-40 പേരെയും ഇൻഡയറക്റ്റ് ആയിട്ട് 10-200 പേരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. അങ്ങനെയുള്ള എന്നെ ഭരിക്കാൻ ഒരു ഭാര്യ. ഞാനിത് അനുഭവിക്കണം. കോളേജ് ഗേറ്റിന് മുന്നിൽ റോഡ് വെക്കലും കാത്തു നിന്ന് പ്രേമിക്കാൻ പോയാൽ ഞാനിത് അനുഭവിക്കണം.
നീ ചിരിക്കണ്ട, നിന്റെ അവസ്ഥ ഇപ്പൊ എന്റേതും. ഇത് സ്റ്റാർട്ട് ആവണ ലക്ഷണം വല്ലതും ഉണ്ടോ? ലക്ഷണമുണ്ട്. നീ ഒന്ന് കൈ വെക്ക തങ്കമണി. കൈവെക്കാത്തതിന്റെ കുഴപ്പമുണ്ട്. മോനെ വാ. അങ്ങോട്ട് പറ. കമ്പനി മാനേജർ അല്ലേ, കാലല്ലേ യാത്രയെന്ന് പറഞ്ഞ് സ്കൂൾ ബസ് വേണ്ടാന്ന് വെച്ചു. ഞാനോ? പിന്നെ ഞാനോ? ഓട്ടോ പോവല്ലേ? അതെ, വൈകുന്നേരം വരുമ്പോൾ പ്രൊവിഷൻ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ലിസ്റ്റ് ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഹൈമവതിയുടെ ബ്യൂട്ടി പാർലർ ഫോൺ ചെയ്യാൻ മറക്കണ്ട. മോന്റെ മുടി വെട്ടാറായി. ഗ്യാസ് നിങ്ങൾ ബുക്ക് ചെയ്യല്ലോ, അല്ലെങ്കിൽ അതും കഴിഞ്ഞ പ്രാവശ്യം പോലെ ആവോ? പിന്നെ വാട്ടർ ബിൽ അടയ്ക്കാൻ മറക്കരുത്.